ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ അലിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വളരെ അകലെയാണെങ്കിലും അടുത്തിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഉപയോഗിക്കുന്ന നമ്മെ അള്ളാഹു അനുഗ്രഹിക്കാതിരിക്കില്ല. അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ അവൻ സദാ വർഷിക്കുമാറാവട്ടെ. കൂടുതലൊന്നും പറയാതെ തഫ്സീറിനെ സംബന്ധിച്ചാണ് നമുക്കിന്ന് തുടങ്ങാനുള്ളത്. ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ ആരംഭിക്കുന്നത് സൂറത്തു നബ ആണ്. അന്നബ എന്നാണ് അതിന്റെ പേര്. അതൊന്ന് നന്നായിട്ട് വായിക്കാം നമുക്ക് ആദ്യം. അന്നബ വായിക്കുമ്പോ അതിന്റെ അവതരണ സന്ദർഭങ്ങളും ഓരോ പദാനുപദങ്ങളും പാരായണ മര്യാദകളും എല്ലാം നമുക്കൊരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാ അള്ളാഹ് പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നന്നായിട്ട് വായിക്കണം. ഞാൻ ഓതിത്തരുമ്പോ ഈ ക്ലാസ് കഴിയുമ്പോ എത്ര ആയത്താണോ നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ എടുക്കുന്ന ആയത്തുകൾ ഒരു പരമാവധി കാണാതെ കിട്ടാൻ, ഒരു ഹിഫുലാക്കാനും കൂടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ഞാൻ ആദ്യം ഒന്ന് ഓതിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ ഓതണേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. 11 ആയത്ത് അയക്കണേ. ഒന്നുകൂടി എന്റെ കൂടെ വായിക്കും. يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. സഹോദരങ്ങളെ, ഞാനിപ്പം വായിച്ചതിന്റെ ഓരോ വാക്കുകളുടെ അർത്ഥം പറഞ്ഞുതരാം. ആ അർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിശുദ്ധന്റെ പാരായണ മര്യാദകളിൽ, അദബുകളിൽ പെട്ടതാണ് ഖുർആൻ. നമ്മൾ ഓതുമ്പോ നമുക്കൊക്കെ അറിയണതാട്ടോ, അല്ല വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാന്ന് മാത്രമേ ഉള്ളേ. അതിന്റെ മര്യാദകളിൽ പെട്ടതാണല്ലോ അഊദുവും ബിസ്മിയും. നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായും ചൊല്ലിയിരിക്കണം. സൂറത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് അഊദുവും ബിസ്മിയും നമ്മൾ ചൊല്ലുന്നത്? ഒരു 2 മിനിറ്റ് സഹോദരങ്ങൾ എൻ്റെ കൂടെ വരിക. എന്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ ഫഇദാ ഖറഅന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം,
നിങ്ങൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ എന്ത് വേണം? ഫസ്തഇദ് ബില്ലാ, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. മിനശ്ശൈത്വാനിർ റജീം, ആരിൽ നിന്ന്? ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും. ആ കൽപ്പനയുടെ ജവാബാണ് ഇത്, ഖുർആന്റെ കൽപ്പന. ആ കൽപ്പനയുടെ ജവാബാണ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ. ഒറ്റ വാക്ക്. എന്തിനെന്നത് സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇന്റേണലായി, ആന്തരികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിശാചിന്റെ ഹമസാത്തുകളിൽ നിന്ന്, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ച് അഭയം തേടിക്കൊണ്ടിരിക്കണം. കാരണം പിശാചിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകള്, വികാരങ്ങള്, തോന്നലുകള് ഒക്കെ ആണല്ലോ. വസ്വാസം ഉണ്ടാക്കലാണ്. ഞാൻ അതിന്റെ മറ്റുള്ള തലങ്ങളിലേക്കൊന്നും അല്ല കേട്ടോ പോകുന്നത്, ഞാൻ നേർക്കുനേരുള്ള ഒരു കാര്യം പറഞ്ഞത് മാത്രം. അപ്പോ ഈ പിശാച് നമ്മുടെ അടുത്ത് വന്ന തോന്നണം എന്തറിയോ? നമ്മളോട് തന്നെ സംസാരിക്കുന്നത് പോലെ തോന്നും. ചെയ്യടാ, ആ വേണ്ടാത്തത് ചെയ്യെന്ന് പറയും. ഇന്നത് ചെയ്യണ്ട എന്ന് പറയും. പഠിക്കണ്ട, ഇപ്പൊ നിങ്ങളിതിവിടെ ഓണാക്കിയിട്ട് പൊയ്ക്കോളി എന്ന് ശൈത്താൻ ചിലപ്പോ പറയും. പഠിക്കണ്ട, അതിൽക്കൊന്നും നോക്കണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നാൽ നമ്മൾ തിരിച്ചറിയണം ആര്? ശൈത്താനാണിത് എന്നുള്ളത്. അള്ളാഹു നമ്മോട് പറഞ്ഞല്ലോ, ഇന്ന ശൈത്താൻ ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാചിനെ മാത്രാണ് എന്ത് ചെയ്തത്? ശത്രുവായിട്ട് ദീന് നമ്മളോട്, ഖുർആൻ നമ്മളോട് പറയുന്നുള്ളൂ. പക്ഷെ ശത്രുവിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? തെറ്റിദ്ധരിച്ചു പോവുകയാണെന്ന് മാത്രം. ഇനി ഞാൻ അഊദ് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്തറിയോ? നമ്മള് സൂറത്ത് ഫാത്തിഹ മുതല് നമ്മളിങ്ങനെ താഴെ ഖുർആനിൽ അതിൽ 114 അധ്യായം നിങ്ങൾ കാണാതെ ഹിഫ്ദിൽ പഠിച്ചല്ലോ, നമ്മൾ അൻഫാൽ ഉസ്താദ് എടുത്തല്ലോ, സൂറത്തു നാസ്. ആ അധ്യായം അടക്കം ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്ത് അങ്ങനെ ഉണർത്തു? പിശാചിനെ സംബന്ധിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ 113 സൂറകളിലൂടെ നമ്മൾ നേടി നന്മകളെല്ലാം കുറിച്ച് ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് ആ വാക്ക് ഞാൻ അങ്ങനെ നിർത്തുന്നു. ഒരു ഓർമ്മ, ഒരു അവനെ ശത്രുവായി തന്നെ കാണാനുള്ള എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ടിരിക്കണം. എന്റെ റബ്ബിനോട് ഞാൻ ഈ ചോദിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാവണം. ഒരു സെക്കൻഡ് പോലും പടച്ചോനെ എന്റെ കാര്യം എന്നെ ഏൽച്ചു തരരുതേ എന്നുള്ള ഒരു ഓർമ്മയും നമുക്കുണ്ടാവണം കേട്ടോ. അതാണ് അഊദു ബില്ലാഹി ശൈത്വാനിർ റജീം. ഒറ്റ വാക്കിലാണ് ഞാൻ പറഞ്ഞു തന്നത്. രണ്ടാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഇതിന്റെ ഒരു തഫ്സീർ, ഒരു മര്യാദയാണ്. നമ്മൾ ഈ ബിസ്മി ചെല്ലുന്നതിന് അറബിയിൽ പറയാ ബസ്മല എന്നാണ്. എന്നാൽ എല്ലാ നല്ല കാര്യങ്ങളുടെ തുടക്കത്തിൽ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്ന വാക്കല്ല ഇസ്ലാമിൽ ബിസ്മില്ല എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിന് ദിശ നിർണയിച്ചു തരുന്ന ഒരു വിശുദ്ധ വാക്യമാണത്. നമ്മുടെ കർമ്മ മണ്ഡലത്തെ വിശുദ്ധമാക്കി നിർത്തുന്ന, ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോളായി നിൽക്കേണ്ടതാണ് ബിസ്മില്ല എന്ന് പറയുന്നത്. മാത്രമല്ല, പൈശാചികമായ സകല നെഗറ്റീവ് ഫോഴ്സുകളിൽ നിന്നും അഭയം ചോദിച്ച് പിന്നെ നമുക്ക് എന്താ വേണ്ടത്? കർമ്മ പ്രചോദനമായ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ നമ്മൾക്ക് യഥാർത്ഥ പോസിറ്റീവ് എനർജി കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ എപ്പോഴും കണക്ട് ചെയ്ത് നിർത്തണം. അള്ളാഹുവിലേക്കുള്ള നമ്മുടെ മനസ്സിന്റെ ലിങ്കാണ് ബിസ്മില്ല എന്ന് പറയുന്നത്. അത് ജീവിതത്തിലൂടെ പൂർണ്ണമായി നിലനിർത്താൻ നമുക്ക് കഴിയണം. ഏത് കർമ്മങ്ങളും അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുക. അത് ചെറുതാവട്ടെ വലുതാവട്ടെ, സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? എത്ര ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും ലക്ഷ്യം തെറ്റാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമം ചേരാത്ത ഏതൊരു കർമ്മവും ആത്യന്തികമായി പരാജയം വരുന്നതായിരിക്കും. ഞാൻ പറയണത് എന്തിനാണ് നമ്മൾ ബിസ്മില്ല ചൊല്ലുന്നത് എന്നാണ് കേട്ടോ. അള്ളാഹുവിന്റെ നാമം ചേരാത്ത ഏതൊരു കർമ്മവും ആത്യന്തികമായി പരാജയം വരുന്നതായിരിക്കും.
അതുകൊണ്ട് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ബിസ്മില്ല ചൊല്ലി ആരംഭിക്കാൻ നമുക്ക് കഴിയണം. അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് നൽകുന്ന പ്രൊട്ടക്ഷൻ വളരെ വലുതാണ്. ബിസ്മി ചൊല്ലി നല്ലതല്ലേ ചെയ്യാൻ കഴിയൂ, വേണ്ടാത്തത് പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഉറക്കമുണർന്നത് മുതൽ പിശാചിൽ ചെന്ന് പെടാതെ ഈ വാക്ക് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. ജീവിതത്തെ വിശുദ്ധിയോടെ നയിക്കാൻ ഈ ദിക്റുള്ള നമ്മുടെ നാവിലും ചുണ്ടിലുമല്ല, അതിന്റെ സ്ഥാനം, ബിസ്മില്ലയുടെ സ്ഥാനം എവിടെയാണ്? നമ്മുടെ മനസ്സിലാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ബിസ്മില്ല എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആരാണ്? അള്ളാഹു തന്നെയാണ് എന്നാണ്. ഞാൻ ഇനി അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, ഒറ്റ വാക്കുകൂടി അതിലേക്ക് പറഞ്ഞുതരാട്ടോ. അള്ളാഹുവിലേക്ക് നമ്മെ എത്തിക്കാനുള്ള ലിങ്ക് തരണ പാസ്വേഡാണ് ബിസ്മില്ല എന്ന് പറയണത്. ആ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. ഇങ്ങനെ ധൈര്യവും സ്ഥൈര്യവും എല്ലാം കിട്ടുന്നതാവണം നമ്മുടെ ബിസ്മില്ല. ആ സംഗതിക്ക് അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവും. ബിസ്മി കൊണ്ട് തുടങ്ങാൻ പറ്റുന്നതേ നമ്മൾ ചെയ്യാവൂ. നമ്മുടെ ബിസ്മില്ല നമ്മുടെ ബിസ്മില്ല യാന്ത്രികമായി പോവരുത്. അള്ളാഹുവിന്റെ തൃപ്തിയും സാന്നിധ്യവും തേടിയും അറിയിച്ചിട്ടുമുള്ള വാക്കാണ് ബിസ്മില്ല. എല്ലാ ശക്തിയും കഴിവും എല്ലാം അള്ളാഹുവിനാണ് എന്ന് അംഗീകരിക്കലാണ് ബിസ്മില്ല. അള്ളാഹുവിന്റെ സഹായമില്ലാതെ എനിക്ക് കണ്ണിമ വെട്ടാൻ പോലും ആവില്ല എന്ന തിരിച്ചറിവാണ് ബിസ്മില്ല. എല്ലാം അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് തുടങ്ങലാണ് ബിസ്മില്ല. അപ്പോ ബിസ്മില്ല എന്ന് പറയണ എന്താവണം? നമ്മുടെ സംസ്കാരമാവണം. ഇനി ഒറ്റ വാക്കുകൂടി, അഊദു എന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ബിസ്മില്ല എന്നത് നന്മകളുടെ പാസ്വേഡാണ്. അതുകൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങാൻ പറ്റുന്നതേ ഞാൻ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ മനസ്സും നമ്മുടെ കർമ്മവും നന്നാവും. അതുകൊണ്ട് ജീവിത ലക്ഷ്യം ഓർമ്മപ്പെടുത്തുന്ന, ഏതിലും ഹൈറും ബർക്കത്തും തരുന്ന, നമ്മെ പവർഫുള്ളാക്കി മാറ്റുന്ന വാക്കാണ് സഹോദരങ്ങളെ ബിസ്മില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അഊദു, ബിസ്മി ഒരു ചെറിയൊരു 2 മിനിറ്റിൽ ഞാനൊരു ആശയം പറഞ്ഞു തന്നതാണ്. ഒന്ന് വായിക്കൂ. അപ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാരും വായിക്കണം കേട്ടോ. യതസാഅലൂൻ. തജ്വീദിന്റെ നിയമം ഇൻഷാ അല്ലാഹ് നമ്മുടെ സലഫി എടുക്കുന്ന സമയത്ത് അലിഫിന് ശേഷം ഹംസു വന്നാൽ ഇത്രമാത്രം നീട്ടേണ്ടതുണ്ട് എന്നുള്ള നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് അത് കൊണ്ടുവരണം കേട്ടോ. ഞാന് നിയമം പറയാതെ നിയമം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ വായിക്കാവുന്ന. അമ്മയതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖ്നാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആസാ. സഹോദരങ്ങളെ, ഈ സൂറയുടെ അന്നബ എന്നാണ് നമ്മുടെ അധ്യായത്തിന്റെ പേര്. ഈ സൂറയുടെ പ്രതിപാദ്യ വിഷയം, ഇതിന്റെ തൊട്ടു മുമ്പുള്ളൊരു സൂറയുണ്ട്, സൂറത്ത് മുർസലാത്ത്. ഇതിന് ശേഷം വരുന്നൊരു സൂറത്തുണ്ട്, സൂറത്ത് നാസിആത്ത്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമായി നിലകൊണ്ട് ഇങ്ങനെ അതിന് ശക്തി പ്രാപിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ ശത്രുക്കളുടെ എതിർപ്പുകൾ അല്പം കൂടെ രൂക്ഷമാകുന്ന കാലഘട്ടങ്ങളിൽ ഏർപ്പെട്ട തുടർച്ചയായി വന്ന സൂറകളിൽ ഒന്നാണ് സൂറത്തുൻ നബ. ഏതൊക്കെ? ഇതിന്റെ മുകളിൽ മുർസലാത്തും ശേഷം വരുന്ന നാസിയാത്തൊക്കെ ഒരേ ടേമിൽ ഇറക്കപ്പെട്ടതാണ്. ഇതിലെ പ്രതിപാദ്യ വിഷയം 3 കാര്യങ്ങളാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് 3 എണ്ണമാണല്ലോ.
ഒന്ന് അള്ളാഹുവിന്റെ ഏകത്വമാണ്. അതിന് നമ്മൾ പറയുക തൗഹീദ് എന്നാണ്. അള്ളാഹുവിന്റെ ഏകത്വം, അവന്റെ ആ വഹദാനിയത്ത്, അതിനെ സംബന്ധിച്ച് ഇതിൽ വിശദമായി പറയുന്നുണ്ട്. രണ്ടാമത്തത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിക്കുക. അതിന് നമ്മൾ അറബി പറയാ റിസാലത്ത് എന്നാണ് പറയാ. മൂന്നാമത്തത്, എല്ലാവരും നമ്മുടെ ഈ ജീവിതം കൊണ്ട് അവസാനിക്കുകയില്ല. ആദിമ മനുഷ്യൻ മുതൽ അന്തിമൻ വരെയുള്ള സകലരും ഇഹലോകത്ത് ജീവിച്ചിരുന്ന അതേ ശരീരങ്ങളിലായി പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നും എന്നിട്ട് അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും വിചാരണ ചെയ്യപ്പെടുകയും ആ വിചാരണയിൽ സത്യവിശ്വാസികളും സച്ചരിതരുമെന്ന് തെളിഞ്ഞവർ ശാശ്വതമായ സ്വർഗത്തിൽ, തെളിഞ്ഞവർ ശാശ്വതമായ നരകത്തിലേക്ക് മയക്കപ്പെടുമെന്ന് വിശ്വസിക്കുക. അതിനാണ് നമ്മൾ പറയാ ആഖിറത്ത് എന്ന് പറയാ. അപ്പൊ ഇസ്ലാമിന്റെ മർമ്മം 3 കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ അറിയണതാണ്, എന്നാലും ഒന്നിങ്ങനെ പറഞ്ഞോളി. 1 തൗഹീദ്, 2 റിസാലത്ത്, 3 ആഖിറത്ത്. ഈ 3 കാര്യങ്ങളാണ് ഈ സൂറയിൽ പ്രതിപാദിക്കുന്നത്. പക്ഷേ ഈ സൂറയിൽ അടിസ്ഥാനപരമായി നിൽക്കുന്ന 2 കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ഏകത്വം പറയുന്നതിന്റെ കൂടെ തന്നെ പരലോകത്തിന്റെ സംഭവ്യതയാണ് വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അപ്പൊ ഇതാണ് അതിന്റെ സന്ദർഭം എന്നുള്ളത്. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് ഒന്നിങ്ങനെ പറഞ്ഞുതരാം. ഏത് സൂറകൾക്കും അധ്യായങ്ങൾക്കും നാമകരണം ചെയ്യുന്നത് ആ സൂറയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിനെ, പ്രധാനപ്പെട്ട ഒരു വാക്കിനെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, അതിന് പേര് കൊടുക്കും. അതാണ് അള്ളാഹുവിന്റെ ഒരു സമ്പ്രദായം. 114 സൂറകൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അന്നബ എന്നാണ് ഇതിന്റെ നാമം. അത് ഞാൻ മൊത്തത്തിൽ അർത്ഥം പറഞ്ഞു തന്നതിന് ശേഷം വരലായിരിക്കും ഏറ്റവും നന്നാവുക. നോക്കിയേ, അമ്മ യതസാഅലൂൻ പ്ലസ് മ, അതാണ്. അത് എങ്ങനെയാണ് എഴുതി വിടേണ്ടതെന്ന് അറിയില്ല, എനിക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല. അൻ സഹോദരങ്ങൾ എഴുതുക, അൻ സംബന്ധിച്ച് എന്നാണ്. മാന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. അത് പ്ലസ് ഇട്ടിട്ട് അൻ പ്ലസ് മാ എന്നത് സമം. നമ്മൾ എഴുതുമ്പോ ഈ മാന്ന് നീട്ടുന്നതിന്റെ അതിന്റെ അലിഫണ്ട് കളഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറയാ, അമ്മ എന്ന് പറയാ. പറയണിട്ട് എന്റെ കൂടെ, അമ്മ യതസാഅലൂന, സഅല ചോദിച്ചു, തസാഅല അന്യോന്യം ചോദിച്ചു, യതസാഅലു അന്യോന്യം ചോദിക്കുന്നു, പരസ്പരം ചോദിക്കുന്നു, യതസാഅലൂന അവർ പരസ്പരം ചോദിക്കുന്നു. അപ്പൊ എന്തായി, അമ്മ എന്തിനെ സംബന്ധിച്ചാണ്, എന്തിനെ കുറിച്ചാണ്, യതസാഅലൂന അവർ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. കിട്ടിയില്ലേ? ഒന്ന് പറയേ, അമ്മ യതസാഅലൂൻ, എന്തിനെ കുറിച്ചാണ് അവർ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അനിന്നബഇൽ അലീം, നബഉൻ, നബഉൻ എന്ന് പറഞ്ഞാൽ വാർത്ത, വൃത്താന്തം. അതിനൊരു വിശേഷണം കൊടുത്തിട്ടോ, അലീം, മഹത്തായ എന്നുള്ള വാക്കിനർത്ഥം. അപ്പൊ എന്തായെന്നറിയോ, അന്നബഉൽ അലീം എന്ന് വെച്ചാൽ അതിഭയങ്കരമായ ഒരു വാർത്ത. പറഞ്ഞുതരട്ടെ ഒന്നുകൂടിയേ, അനിന്നബഇൽ അലീം, എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്, കുറിച്ച് എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ എന്തായി, ആ മഹത്തായ വാർത്തയെ കുറിച്ച് തന്നെ. അല്ലദീ, ഏത് വാർത്ത? ഈ അല്ലദീ എന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അല്ലദീ അല്ലദീനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കുറെ വാക്കുകൾ ഉണ്ട് കേട്ടോ. അത് ഉപയോഗിക്കുക മുമ്പ് പറഞ്ഞ വാക്കിനെ ശേഷം പറയുന്ന വാക്കുകളുമായി ചേർക്കുന്നതിന് വേണ്ടിയാണ്. അല്ലദീ ഏത് നബ ആണ്, ഹും അവർ, ഫീഹി
ആ വാർത്തയുടെ കാര്യത്തിൽ മുഖ്തലിഫൂന, എങ്ങനെ പറയാ? മുഖ്തലിഫൂന, ഇഖ്തലഫ, ഭിന്നാഭിപ്രായത്തിലായി. അതാണ് നമ്മൾ സാധാരണ ആകണ്ട് ഇഖ്തിലാഫായി എന്ന് പറയും. ഇഖ്തലഫ, യഖ്തലിഫു, മുഖ്തലിഫുൻ, മുഖ്തലിഫൂന. അതായത് അവർ അതിൽ ഭിന്നത്തിലാണ്, ഭിന്നാഭിപ്രായക്കാരാണ്. ഇപ്പൊ 3 വാക്കായിട്ടോ. എന്റെ കൂടെ ഒന്ന് വായിക്കേ. അമ്മയതസാഅലൂൻ അനിന്നബഇൽ അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ കല്ലാ സയഅലമൂൻ. എല്ലാരും വായിക്കും. ഇത് നമ്മൾ ഇന്ന് ഇൻഷാല്ല ഇപ്പൊ 9:10 നമ്മളൊരു 9:35 ആവുമ്പോഴേക്ക് എന്ത് ചെയ്യണം എന്നറിയാം? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് കാണാതെ കിട്ടണം. അതിനാണ് ഞാൻ വായിക്കുന്നു പറയണത്. അമ്മയതസാഅലൂൻ അനിന്നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. കല്ല, കല്ല എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ ആ വാക്ക് ഉപയോഗിക്കുക ഒരിക്കലുമല്ല, അങ്ങല്ല, ഇങ്ങനെ വേണ്ട എന്നതിനൊക്കെയാണ് ഉപയോഗിക്കുക ശരിക്കിട്ടാ. പക്ഷെ അതിന്റെ ഒറിജിനൽ അർത്ഥം അതല്ല കേട്ടോ. അത് നിങ്ങൾ ഒന്നും മനസ്സിലാക്കണേ. നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വാക്കാണത്. അശ്രദ്ധയിലിരിക്കുന്ന ഒരാളുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കല്ല. ഇനി നിങ്ങൾ കുറച്ചുകൂടി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? കല്ല എന്ന വാക്ക് ഖുർആനിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, കല്ലക്ക് ശേഷം പറഞ്ഞിട്ടുള്ളത് എന്തുള്ളറിയോ? ഭീകരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കല്ല എന്ന വാക്ക് ഭീകരമായ കാര്യങ്ങൾ ഉണർത്തുന്നതിന്, നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് കല്ല. നിങ്ങൾ എന്ത് ചെയ്തോളി, അതൊക്കെ മറക്കുക. എന്നിട്ട് നമുക്ക് എഴുതേണ്ട അർത്ഥം എന്താണ് എഴുതേണ്ടത്? കല്ല, അങ്ങനെ വേണ്ട. അങ്ങനെ വേണ്ട എന്നല്ല, പക്ഷെ നമുക്ക് എഴുതാൻ അതേ കഴിയുള്ളൂ. സ യഅലമൂന, അലിമ അറിഞ്ഞു, യഅലമു അറിയുന്നു, യഅലമൂന അവർ അറിയുന്നു. സ എന്ന് പറഞ്ഞാൽ ശേഷം, വഴിയെ എന്നൊക്കെയാണ്. സൗഫ എന്നൊക്കെ വാക്ക് പഠിച്ചിട്ടില്ല നമ്മള്? ഇപ്പോ ഏതൊരു സൂറത്തിലില്ലേ, കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. സൗഫ എന്ന് പറഞ്ഞ ശേഷം, വഴിയെ. അതേ അർത്ഥത്തിന്റെ ഒരു പിന്നെ പാതി ഉപയോഗിച്ചതാണ് സ എന്ന് പറയുന്നത് കേട്ടോ. ഒരിക്കലുമല്ല, അടുത്ത് തന്നെ അവർ അറിയുന്നുണ്ട്. വീണ്ടും പറഞ്ഞു സുമ്മ, എന്നിട്ട് കല്ല, അങ്ങനെ വേണ്ട, ഒരിക്കലുമല്ല, സയഅലമൂന അടുത്ത് തന്നെ അവർ അറിയാൻ പോകുന്നുണ്ട്. ഇപ്പൊ കിട്ടിയില്ല 5 ഓതി. അമ്മയതസാഅലൂൻ അനിന്നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. ഇതിന്റെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് അടുത്ത ഓരോ ആയത്തുകൾ ഓതി ഓതി നമുക്ക് അർത്ഥം പറഞ്ഞ് ഓതിയിട്ട് പോകാം. നിങ്ങൾ നോക്കിയേ, ഏറ്റവും മനഃശാസ്ത്രപരമായ ഒരു ശൈലിയാണ് ഇവിടെ ഈ അമ്മയതസാഅലൂൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള കേട്ടോ. ഇപ്പോ തന്നെ വർത്താനം പറയാണോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും
നിങ്ങളിപ്പോ വർത്താനത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് വരൂല. നിങ്ങളെ കാണാത്തത് കൊണ്ട് ഞാൻ എന്താ പറയണെന്ന് തന്നെ എനിക്ക് പിടുത്തല്ല. ഒരു ശൂന്യതയിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള വർത്താനമാണല്ലോ ഇപ്പം പറയണത്. ഇപ്പോ നമ്മൾ അങ്ങാടിയിൽ നിങ്ങൾ നോക്കിയേ, ഉം, ഒരു പിന്നെ സർക്കസുകാരാണെന്നുണ്ടെങ്കിൽ ആ സർക്കസുകാരുടെ പിന്നെ ഒരാൾ ഒരു ചാട്ടവാറും ഒരാൾ ഒരു ചെണ്ടൊക്കെ കൊട്ടി ഒരു ശബ്ദം ഉണ്ടാക്കും. എന്തിന്? മറ്റുള്ളവരുടെ ശ്രദ്ധയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഈ വലിയ വലിയ പ്രാസംഗികന്മാര് അവരുടെ പ്രസംഗം ഒരുപക്ഷെ തുടങ്ങുക മധ്യഭാഗത്ത് നിന്നായിരിക്കും. അപ്പൊ ഖുർആനാണ് മനഃശാസ്ത്ര ശൈലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഖുർആന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. അമ്മയതസാഅലൂൻ, എന്തേ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണത്? എന്താണ് ആ വർത്തമാനം? അനിന്നബഇൽ അലീം. സഹോദരങ്ങളെ, നബഉൻ വർത്തമാനം, അന്നബഉ നേരെ ശ്രദ്ധിക്കണം കേട്ടോ. അന്നബഉ എന്റെ കൂടെ ഇതിൽ എഴുതി വിടാൻ സൗകര്യമുള്ള നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കുകയും ചെയ്യട്ടെ അവർക്ക്. അന്നബ, അറബിയിൽ അൽഫിലാമ് ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വന്നാൽ അതിനെ എന്ത് ചെയ്യുന്നു വെച്ചാല്, നമ്മൾ ദ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, പിന്നെ ദ ബുക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ THE ഉണ്ടല്ലോ, ആ ആശയമാണ് അവിടെ കിട്ടുക. അപ്പൊ നബഉ വാർത്ത, അന്നബഉ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതിന് അള്ളാഹ് ഇങ്ങനെ ഒരു വാക്കും കൂടി ഒരു വിശേഷണം കൂടി കൊടുത്തു, അൽ അലീം, ഭയങ്കരമായ. ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നോക്ക്, നമ്മുടെ നാട്ടില് ഓരോ വാർത്തകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഇന്ന് വാർത്ത ഇങ്ങനെ വന്ന് ഈ വാർത്ത കൊണ്ട് വരുമ്പോഴേക്ക് വേറെ ഒരു വാർത്ത കൊണ്ട് വന്നാൽ കഴിഞ്ഞ വാർത്തയുടെ വാർത്താമൂല്യം പോയി. അങ്ങനെയാണല്ലോ. ഒരു വാർത്ത നമ്മളിപ്പോ സജീവമായി ഇങ്ങനെ റണ്ണിങ്ങിലാണ്, ലൈവായിട്ട് ഒരു വാർത്ത നിൽക്കുന്നുണ്ടെന്ന് വെക്കുക. അപ്പൊ ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ വലിയൊരു ട്രെൻഡ്, പിന്നെ ഭയങ്കര സംഗതി തന്നെയാണ് കേട്ടോ. ഒരു സംഗതി, പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ അപകടകരമായ സാഹചര്യങ്ങൾ വേറെ ഉണ്ടാക്കും. കാരണം എന്തിനാണ്? ഇതിൽ നിന്ന് ശ്രദ്ധ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ നോക്കുക, പിന്നെ ഗസയില് ഭയങ്കര പ്രശ്നം ഉണ്ടാകുകയാണ്. ഇപ്പൊ ഗസ പോയില്ലേ, പിന്നെ 490 ദിവസം കൊണ്ട് ഗസയെ തമർത്തി അടിച്ചെങ്കിൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് അതിനേക്കാൾ ഭീകരമായ അവസ്ഥ മറ്റൊരു, അതിന് നേതൃത്വം കൊടുത്തൊരു നാട്ടിലുണ്ടായില്ലേ. അപ്പൊ അന്നബ എന്ന് പറഞ്ഞാല് നബഉൻ ഒരു വാർത്ത വന്നു. അപ്പൊ അന്നബ എന്ന് പറയുമ്പോ ആ വാർത്തയെ നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിയുമ്പോഴേക്ക് വേറൊരു വാർത്ത കിട്ടുമ്പോ പഴയ വാർത്തയുടെ വാർത്താമൂല്യം പോയി, പുതിയ വാർത്ത വന്നു. എന്നാൽ എങ്ങനെ? ഇവിടെ ഒരാൾ മരിച്ചു എന്ന് വെക്കുക, ഒരു ഭയങ്കര വാർത്തയായിട്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് ഒരു 10 ആൾക്കാർ ഒന്നിച്ചു മരിച്ചു എന്ന് വെച്ചാൽ ഈ ഒരാളുടെ മരണത്തിന്റെ മൂല്യം പോയി, മറ്റേ ആൾക്കാണ് അത് കിട്ടുക. എന്നാൽ അന്നബ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മൂല്യം നഷ്ടപ്പെടാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നാണ് അന്നബ എന്ന് പറയാൻ കാരണം. അത് നമ്മളെ പാഠത്തിന്റെ പേരെന്താണ്? അന്നബ എന്നാണ് കേട്ടോ സൂറത്തിന്റെ പേര്, അല്ലാതെ അല്ല. നേരെ നിങ്ങൾ മനസ്സിലാക്കണേ. സൂറത്തു അന്നബ നമ്മൾ ചേർത്തി പറയുമ്പോഴാണ് എന്ത് പറയാ? സൂറത്തു നബ എന്ന് പറയാ. അന്നബ എന്നാണ്, എന്ന് വെച്ചാൽ ഒരു കാലത്തും മൂല്യം നഷ്ടപ്പെടാത്ത അതിഭീകരമായ ഒരു വർത്തമാനം, അതാണ്. അപ്പോ എന്താണ് ആ വർത്തമാനം? ഇനി നേരങ്ങൾ പഠിച്ച മഹാവാർത്ത എന്നത് കൊണ്ട് ഉദ്ദേശം ഉയർത്തെഴുന്നേൽപ്പിന്റെ പരലോകത്തിന്റെ വാർത്തയാണ്. അതേക്കുറിച്ചാണല്ലോ ഖുറൈശികള് അവരുടെ സഭകളിലേക്ക് കണ്ണിറുക്കി കാട്ടി പിറുപിറുത്തു കൊണ്ടിരുന്നത്. അവരുടെ പിറുപിറുപ്പാണ് ഇവിടെ ചോദിക്കുന്നത് എന്നതിന്റെ താല്പര്യം. ഒരുവൻ അപരനെ കാണുമ്പോൾ, നമ്മൾ മരിച്ചാൽ വല്ലവരും പുനരുജ്ജീവിച്ചതായി മുമ്പെങ്ങാനും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചങ്ങാതി? ദ്രവിച്ചു ധൂളികളായി പോയ ജഡങ്ങള് വീണ്ടും ജീവനുള്ള മനുഷ്യരായി എഴുന്നേറ്റ് വരുമെന്നത് വിശ്വസിക്കാൻ കൊള്ളുന്ന കാര്യമാണോ? മനുഷ്യവംശത്തിലെ അംഗങ്ങൾ അഖിലം ഒരു നാൾ ഉയർത്തെഴുന്നേറ്റ് ഒരിടത്ത് സമ്മേളിക്കുക എന്നത് ബുദ്ധിക്ക് നിരക്കുണ്ടോ? അടിയുറച്ച് നിൽക്കുന്ന ഈ മഹാപർവ്വതങ്ങളെ കാറ്റിൽ ചിതറിയ രോമങ്ങളെ പോലെ അന്തരീക്ഷത്തിൽ പാറി നടക്കുമത്രേ.
സൂര്യചന്ദ്രന്മാര് കെട്ടുപോകുമെന്നാണ് ഇപ്പൊ അവൻ പറയുന്നത്. സുഭദ്രമായ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയകിലം താറുമാറാകുമ്പോൾ ഇന്നലെ വരെ നല്ല വിവരസ്ഥനും വിവേകയുമായിരുന്നിരുന്ന ഇയാൾ അഥവാ റസൂലുള്ളാക്ക്, ഈ മുഹമ്മദിന് ഇന്ന് എന്ത് പറ്റിപ്പോയി? എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് അയാൾ നമ്മളോട് പറയുന്നത്. ഈ സ്വർഗ നരകങ്ങളൊക്കെ പണ്ടിവിടെയായിരുന്നു. അതേക്കുറിച്ചൊന്നും മുമ്പൊരിക്കലും അയാൾ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അയാൾ വിചിത്രവും അപരിചിതവുമായ വർണ്ണനകളിലൂടെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്ന ഈ പ്രതിഭാസങ്ങളൊക്കെ ഇപ്പോൾ ഒറ്റ എവിടെ നിന്നാണ് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടത്? ഉള്ള ഒരു 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 അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ഈ ഇഖ്തിലാഫ് ഉണ്ടാക്കുന്ന വർത്തമാനം, അതാണ് ഈ പറഞ്ഞത് അല്ലദീനഹും ഫീഹി മുഖ്തലിഫൂന, അവരതിൽ ഭിന്നാഭിപ്രായക്കാരാണ്. ഇനി എന്റെ സഹോദരങ്ങള്, നമ്മള് പണ്ട് ഖുർആൻ ക്ലാസ്സെന്നോ എവിടുന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അവരൊരു എല്ല് കയ്യിൽ ഇങ്ങനെ എടുത്ത് തന്നെ ഇങ്ങനെ അമർത്തി കരിച്ചു കളഞ്ഞിട്ട് മുഖത്തേക്ക് ഊതി ചോദിച്ചല്ലോ, ഈ എല്ലിൽ നിന്ന്, ഈ നുരുമ്പിയ എല്ലിൽ നിന്നാണോ നമ്മളെ കൊണ്ടുവരുമെന്ന് പറയുന്നത്? എങ്കിൽ അത് എത്ര വിദൂരമാണ്. അതിലൊക്കെ അവരാരാണ്? അങ്ങേയറ്റം അവര് ഇഖ്തിലാഫിലാണ്. എന്നാൽ ഈ ഭീകരമായ വർത്തമാനത്തെ കുറിച്ച് അവരറിയാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഇവിടെ കല്ല കൊണ്ടുപോയി വെച്ച് എന്തിനറിയോ? ആ പദത്തിന്റെ ഘടനകൾ ശരിക്കും നോക്കണം. ഇതിന്റെ പദഘടനയാണ് ഖുർആനിന്റെ മുഅ്ജിസത്തുകളിൽ ഒന്നിട്ടാ. സഹോദരങ്ങളെ, ഖുർആനിന്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ഏതാണ്? അതിന്റെ പദപരമായ ഘടനകൾ ഒന്നാണ്. ഒരേ കാര്യം നമ്മൾ രണ്ടു വട്ടം പറയുന്നത് എന്തിനായിരിക്കും? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയുണ്ട? അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കുക, ആദ്യം ഒരു നോർമൽ വിളി വിളിച്ച് നമ്മൾ കൊടുക്കുന്ന നമ്മൾ വിളിച്ച വിളിക്ക് ഒരു പരിഗണനയും അവന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടാമതൊരു വിളി വിളിക്കും. ആ വിളി കുറച്ച് ഗൗരവത്തിലാ. അതിനാണ് അള്ളാഹു ഇവിടെ രണ്ട് വാക്ക് പറയുന്നത്. കല്ലാ സയഅലമൂൻ, സുമ്മ കല്ലാ സയഅലമൂൻ. അല്ലെ? ആ കല്ല തന്നെ പറഞ്ഞ് രണ്ടാമത് പറയുന്ന വാക്കുകൾ അതിഭീകരമായിരിക്കും. നിങ്ങൾ ഇനി ഞാനത് പറഞ്ഞുതരാൻ നിങ്ങൾക്ക് സമയമല്ല, നിങ്ങളൊക്കെ അതുകൊണ്ടു. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അവിടെ നോക്ക്, നമ്മൾ മരിക്കാൻ കിടക്കുന്ന നേരത്തെ ഒരു മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോ അവൻ അള്ളഹാനോട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്, പക്ഷേ ഇന്നൊരു മിനിറ്റും കഴിഞ്ഞിട്ട് പിന്തിച്ചു കൊണ്ടാന്ന് പറയുമ്പോ അള്ള പറയാടാ, അണക്കൊരു മിനിറ്റുമില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇതൊക്കെ ഈ ആവർത്തിച്ചു പറഞ്ഞ വാക്കുകളല്ലേ എന്നാണ്. അപ്പോ വമാ അദ്റാക യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക യൗമുദ്ദീൻ. നിങ്ങൾ ഖുർആനിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന വാക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഒന്ന് എടുത്ത് ഒരു വിശകലനത്തിന് തയ്യാറാകണം. അപ്പൊ നമുക്ക് അതിന്റെ ഘടനകളൊക്കെ, അതിന്റെ അമാനുഷികത നമുക്ക് ബോധ്യപ്പെടും. ഇനി നോക്കിയേ, ഇപ്പൊ നിങ്ങൾക്ക് അർത്ഥം കിട്ടിയില്ലേ? ഇനി ഒന്ന് ഓതി. ഈ അഞ്ചായത്ത് ഇപ്പൊ കാണാതെ കിട്ടണം എല്ലാവർക്കും. ഖുർആനൊക്കെ നോക്കരുതേ. എന്നിട്ട് നിങ്ങൾ എനിക്ക് കാണാതെ ഓദിത്തരുമാണ്. അതിന്റെ PM അയച്ചു തന്നാലും വേണ്ടില്ല, നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ചാലും വേണ്ടില്ല. അമ്മയതസാഅലൂൻ അനിന്നബഇൽ അലീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. ഒന്നൂടെ, എന്നിട്ട് ആ ഓതാൻ കേട്ടോ. ഖുർആനിൽ നോക്കരുതേ. ഇനി അർത്ഥത്തു കൂടി ആയിരിക്കണം നിങ്ങൾ വായിക്കേണ്ടത്. അമ്മയതസാഅലൂൻ, എന്തിനെ കുറിച്ചാണ് അവര് അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അനിന്നബഇൽ അലീം, ആ ഭയങ്കരമായ ഭീകരമായ വാർത്തയെ കുറിച്ച്. അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ, അതിലാകട്ടെ അവർ ഭിന്നതയിലുമാണ്. കല്ലാ സയഅലമൂൻ, അല്ല, സംഗതി അവർ അറിയാൻ പോവുകയാണ്. സുമ്മ കല്ലാ സയഅലമൂൻ, അതെ, അറിയാൻ തന്നെ പോവുകയാണ്. കിട്ടിയില്ലേ? നിങ്ങൾക്ക് സംശയം ഉണ്ടാവൂല എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി എന്നോട് ചോദിക്കണം. നിങ്ങൾ ഒരിക്കലും മനസ്സിലാകാതെ മനസ്സിലായി എന്ന് പറയരുത്. ഇനി നമുക്ക് ഈ അന്നബഉൽ അലീം എന്ന് പറയുന്ന ഈ ഭീകരമായ ആ വൃത്താന്തം ഇത് സംഭവിക്കുമോ ഇല്ലയോ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാന്നറിയാമോ? അതിന് 10 പ്രസ്താവനകൾ പറഞ്ഞു തരാം. പരലോകമുണ്ട് എന്നതിന്, ഈ പ്രപഞ്ച അള്ളാഹു ഉണ്ട് എന്നത്, അള്ളാഹു എത്ര തെളിവാണ് ഇവിടെ പറയണത്? 10 തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 10 പ്രസ്താവനകൾ. ആ പ്രസ്താവനകളിലെ 5 നമ്മൾ വായിച്ചത്. ഇനി എത്ര ആയാലും വേണ്ട, 10 നമ്മുടെ ഇനി 25 മിനിറ്റാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇതുകൊണ്ട് തീരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു തീർക്കാം. 1, നിങ്ങൾ എന്റെ കൂടെ വായിക്കണേ. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. 2, അലം നജ്അലിൽ. ഓതാൻ അറിയാത്ത വല്ല സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ വാക്കുകൾ ഇങ്ങനെ പറയണേ. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. അലം നജ്അൽ. ജഅല ആക്കി തീർക്കുക, യജ്അലു ആക്കി തീർക്കുന്നു, നജ്അലു നമ്മൾ ആക്കി തീർക്കുന്നു, ലം നജ്അൽ നമ്മൾ ആക്കി തീർത്തിട്ടില്ല. ഓരോ വാക്കുകളുടെ അർത്ഥം കേട്ടോ. ആക്കി തീർത്തിട്ടില്ല. അലം നജ്അൽ നമ്മൾ ആക്കി തീർത്തിട്ടില്ലയോ, നമ്മൾ ആക്കിയില്ലയോ. ആരെ? അൽ-അർള ഭൂമിയെ. ആരാക്കി? മിഹാദൻ. മഹദ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്, പരവതാനി എന്നാണ് വാക്കിന്റെ അർത്ഥം. നമ്മൾ ഈ മണ്ണിനെ, ഈ ഭൂമിയെ എന്താക്കി? ഒരു പരവതാനി ആക്കിയില്ലേ? ഒരു തൊട്ടിലാക്കി തന്നില്ലേ? വിരിപ്പാക്കി തന്നില്ലേ എന്നാണ്. നാം ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നില്ലേ? അപ്പൊ എന്താണ്? ഞാനത് തന്നെ ബയാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഭൂമി എന്നിട്ട് അതിലേക്ക് തന്നെ ചേർത്തി അള്ളാഹു പറയുന്ന ഒരു വാക്കാണ് വൽ ജിബാല. അലം നജ്അലിൽ ജിബാല എന്നാണ് കേട്ടോ വാക്ക്. അലം നജ്അലിൽ ജിബാല. പിന്നെ നമ്മൾ പർവ്വതത്തെ ആക്കിയില്ലേ? ഔതാദൻ. ജബലുൻ ജിബാലുൻ മലകൾ, പർവ്വതങ്ങൾ. വത്തതുൻ ആണി. കേട്ടോ, വത്തതുൻ ആണി. അതിന്റെ ബഹുവചനാണ് ഔതാദുൻ. നിങ്ങളിത് എഴുതുന്നുണ്ടാവുമല്ലോ അല്ലെ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറൊരു കുറിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഓരോരോ വാക്കുകൾ എഴുതി തരാട്ടോ. വത്തതുൻ ആണി, ഔതാദുൻ ആണികൾ. അപ്പോ ഈ ഭൂമിയെ ഒരു പരവതാനി ആക്കിയില്ലേ? പർവ്വതങ്ങളാൽ ഈ മണ്ണ് പിന്നെ ആണി അടിച്ചുറപ്പിക്കുകയും ചെയ്തില്ലേ? നോക്കിയേ, മിഹാദ്. സഹോദരങ്ങളെ, നിങ്ങളെ കയ്യിൽ പേന ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ എഴുതുക മിഹാദിന് സഞ്ചാരയോഗ്യമായ സ്ഥലം. ഇങ്ങനെ സഞ്ചാരയോഗ്യമായ സ്ഥലം എന്നും മറ്റൊരർത്ഥം കൂടിയുണ്ട്, മൃദുലമായ പരവതാനി എന്നും അർത്ഥമുണ്ട്. ഈ രണ്ടർത്ഥങ്ങളും സമീപസ്ഥങ്ങളാണ് കേട്ടോ. ഏത് കാലത്തും മനുഷ്യന് അനുഭവവേദ്യമായിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ ഒരാൾക്ക് സമൃദ്ധമായ അറിവിന്റെ ഒന്നും ആവശ്യമല്ല. പ്രത്യക്ഷത്തിൽ പർവ്വതങ്ങളുടെ ഘടന ആണികളുടേതിന് സമാനമാണെന്ന് പ്രാചീന മനുഷ്യന് പോലും ബോധ്യപ്പെട്ടു. ഏകാഗ്രതയോടെ നമ്മൾ ചിന്തിച്ചാൽ ഹൃദയസ്പർശിയായ ഈ 2 ദൃഷ്ടാന്തങ്ങളായി ഭൂമിയെയും പർവ്വതങ്ങളെയും നമുക്ക് ബോധ്യപ്പെടും. ഞാനിനി അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ പിന്നെ ഭൂമിയെ സംബന്ധിച്ച് അതേപോലെ
എവിടൊക്കെ പറഞ്ഞത് ഖുർആൻ ഒരുപാട് ഭാഗത്ത് പറയുന്നുണ്ട് കേട്ടോ. സൂറത്തുൽ നംലിൽ പറയുന്നുണ്ട്, യാസീനിൽ പറയുന്നുണ്ട്, സുഹ്റുഫിൽ പറയുന്നുണ്ട്, അൽ ജാസിയയിൽ പറയുന്നുണ്ട്, അൽ മുഅ്മിനിൽ പറയുന്നുണ്ട്, സൂറത്ത് ഖാഫിൽ പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നോക്കി. പിന്നെ ഒരു ഭാഗത്ത് ഖുർആൻ പറഞ്ഞില്ലേ, അലം നജ്അല കിഫാത്ത അഹ്യാഅൻ വ അംവാത. ഞാനത് മാത്രം പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഭൂമിയുടെ ഉപരിതലവും നിങ്ങളിൽ നിന്ന് മരിച്ച ആളുകൾക്ക് ഭൂമിയുടെ അകത്തളവും അനുയോജ്യമാക്കി അള്ളാഹു മാറ്റിയില്ലേ? അല്ലെ? ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഭൂമിയുടെ ഉപരിതലം, മരിച്ച മനുഷ്യന്മാർക്കൊക്കെ ഈ മണ്ണ് തിന്നാത്ത എന്ത് സാധനം ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കിണ്ട. എന്തു സാധനാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണിലാണ്ട് കൊണ്ടുപോയിട്ടാ പോരെ? അല്ലെങ്കിൽ നമ്മൾ ആകെ കുടുങ്ങൂലേ? എന്ത് കൊണ്ടുപോയിട്ടാലും മണ്ണ് തിന്നും. ചില സാധനങ്ങൾ തിന്നൂല എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ കയ്യിരിപ്പോണ്ട് ഉണ്ടാവുന്നത്, അപകടം ഉണ്ടാവുന്നത്. അതല്ല നമ്മളിവിടെ പഠിക്കേണ്ടത്. ഏതിനെ കൊണ്ടുവച്ചാലും ആ മണ്ണ് തിന്നും. എന്തിനേയും ഈ മണ്ണ് ശുദ്ധീകരിക്കും, എന്തിനേയും ഈ മണ്ണ് ഉൽപ്പാദിപ്പിക്കും. പഠിച്ചോനെ, എത്ര ജാതി മണ്ണുണ്ടാവും. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവൂലേ? നിങ്ങളുടെ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളുടെ പിന്നെ ജോഗ്രഫിക്കലായുള്ള ജോഗ്രഫി പുസ്തകമൊക്കെ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിന്റെ ബയാൻ കിട്ടും. അപ്പോ അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം നിങ്ങൾക്കൊരു വിരിപ്പാക്കിയില്ലേ? വൽജിബാല ഔത്താദ, എല്ലാവർക്കും അറിയാം ഭൂമിയുടെ പുറമേക്ക് കാണുന്ന എത്ര ഭാഗമുണ്ടോ അതിന്റെ എത്രയോ ഇരട്ടി ഭൂമിയുടെ അടിയിലേക്ക് ആരുടെ ഈ പർവ്വതങ്ങളായി താഴോട്ട് പോകുന്നുണ്ട്. ഭൂമിയുടെ ആണിയാണ് ഏത്? ഈ ഉപരിതലത്തിന്റെ ആണിയാണ് പർവ്വതങ്ങൾ. അപ്പൊ പർവ്വതങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോ എന്താ അറിയോ? ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയേണ്ടി വരും കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ പ്രായോഗികമല്ല. പിന്നെ 33% കാട്, അതിനാലുള്ള മല എന്ന് പറയുന്നത്, ഈ മല നിർബന്ധമായും നമുക്ക് ഈ പിന്നെ നമ്മുടെ ഉപരിതലത്തിൽ ഉണ്ടാകണം, ഈ കരയിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ അതിനൊരുപാട് അപകടങ്ങൾ ഉണ്ടാവും. ആ അപകടങ്ങളാണ് ഇന്നൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ. ഇൻഷാ അല്ലാ പോട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യാ? വൽ ജിബാല ഔത്താദ. അർത്ഥം കിട്ടിയില്ലേ? അലം നജ്അലിൽ അർള മിഹാദ. ഒന്നാമത്തെ പ്രസ്താവന ഇട്ടത് 10 പ്രസ്താവന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, ഭൂമിയെ നാം നിങ്ങൾക്ക് ഒരർത്ഥം എഴുതിയില്ലേ നിങ്ങള്? ഏതാണ്? മൃദുലമായ മണ്ണ് എന്നർത്ഥം എഴുതിയിട്ടുണ്ടാവുന്നു അല്ലേ? പിന്നെന്താ എഴുതിയിട്ടുണ്ട്? സഞ്ചാരയോഗ്യമായ സ്ഥലം എന്ന് എഴുതി, മൃദുലമായ പരവതാനി എന്ന് എഴുതി. എന്തിനും പറ്റുന്ന രൂപത്തിലാണ് ഈ മണ്ണിനെ അള്ളാഹു നമുക്ക് റെഡിയാക്കി തന്നത്. പിന്നെ ഏതാണ്? പിന്നെ ഈ വൽജിബാല ഔത്താദ. ഇനി വഖലഖനാകും അസ്വാജ. ഇനി നിങ്ങൾ ഇരുന്ന് എന്റെ കൂടെ ഒന്ന് വായിച്ചു തരീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാരും ഓതിയും ഓതണട്ടോ. അമ്മയതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ ثم كلا سيعلمون അലം നജ്അലിൽ അർള മിഹാദാ വൽജിബാല ഔതാദാ. ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ ഇനി നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കണം. വഖലഖനാകും അസ്വാജ. ഖലഖ സൃഷ്ടിച്ചു, ഖലഖനാ നാം സൃഷ്ടിച്ചു, വഖലഖനാ നാം സൃഷ്ടിക്കുകയും ചെയ്തു, വഖലഖനാകും നാം നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു. നാം നിങ്ങളെങ്ങനെയാ പടച്ചത്? അസ്വാജൻ ഇണകളാക്കി. നാം നിങ്ങളെ ജോഡികളാക്കി, സ്ത്രീ പുരുഷ ജോഡികളായി നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലയോ? അതൊരു വല്ലാത്തൊരു ചോദ്യമാണ് കേട്ടോ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അതിമഹത്തരമായ ഒരു 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 വലിയൊരു ദൃഷ്ടാന്തം പടച്ചോൻ
ഈ വാക്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ നൈരന്തര്യത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് സ്ത്രീയെയും പുരുഷനെയും വെവ്വേറെ അള്ളാഹു സൃഷ്ടിച്ചത്. സ്ത്രീ പുരുഷ സംയോജനത്തിൽ അന്തർഭവിച്ചു കിടക്കുന്ന ആനന്ദവും അനുഭൂതിയും കണ്ടെത്താൻ വളരെയൊന്നും അറിവ് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഏത് സാഹചര്യത്തിലെയും മനുഷ്യനുമായി ഖുർആനിന് ഇങ്ങനെ സംവദിക്കാൻ കഴിയും, അല്ലെ? ഒരു വല്ലാത്തൊരു സംവാദമാണ് ഇപ്പൊ ഈ നടക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും വേണേ. ഈ യാഥാർത്ഥ്യത്തിന്റെ പ്രാധാന്യത്തെ, ഇതിന്റെ വ്യാപ്തിയെ കുറിച്ച പൂർവകാല ധാരണകൾക്കപ്പുറത്ത് മനുഷ്യൻ പുരോഗമിക്കാൻ ആരംഭിച്ചതോടെ അവന്റെ അറിവിലും അവന്റെ വിചാരത്തിലും പുതിയ ചില മാറ്റങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാല്, എങ്ങനെയാണ് ഒരു ആണായി മാറുന്നത്, എങ്ങനെയാണ് ഒരു പെണ്ണായി ജനിക്കുന്നത്, അല്ലെ? അതിലെ ക്രോമസോമുകളുടെ ഘടനകള് എല്ലാം. മാത്രമല്ല, എന്തിനാണ് ഇണകളാക്കി തന്നെ സൃഷ്ടിച്ചത്? നമ്മൾ ഒരു ശരിയായ വളർച്ച എത്തണമെങ്കിൽ എന്ത് വേണം? ഇണകൾ വേണമല്ലോ. മാനസികമായി, ശാരീരികമായി, എല്ലാ നിലക്കും ഫിസിക്കലി, മെന്റലി ഒരാൾ സമ്പൂർണ്ണ വളർച്ചയിൽ എത്തണോ, അയാൾക്ക് ഇണകൾ വേണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അതിന്റെ ഒരു ക്രമീകരണം എന്ന നിലയിൽ പ്രായം ഇത്ര ആകുമ്പോഴേക്ക്, ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞവൻ മെച്ചൂർഡ് ആകുമ്പോഴേക്ക് ഒരാണാണെങ്കിൽ പൗരുഷത്തിന്റെ അടയാളങ്ങൾ ആ ബോഡിയിൽ കൊടുക്കും, ഒരു പെണ്ണാണെങ്കിൽ സ്ത്രൈണതയുടെ അടയാളങ്ങൾ അവിടെ കൊടുക്കും, എന്നിട്ട് പരസ്പരം ആകർഷിക്കാനുള്ള കഴിവ് കൊടുക്കും. അത് അങ്ങനെ തന്നെയാണ് മനുഷ്യന് ജീവിക്കാൻ കഴിയുള്ളൂ, അല്ലെ? ഞാൻ അതിനെ കുറിച്ച് നീട്ടി പറയുന്നില്ല കേട്ടോ. ഖലഖ്നാകും അസ്വാജ, നിങ്ങൾ ആ ഭാഗങ്ങൾ അങ്ങനെ നന്നാക്കി പോവുക. ഇനിയോ, ലോകത്തെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അടുത്തത് അള്ളാഹു പറയുന്നത്. വജഅൽനാ നൗമക്കും സുബാത. പഠിച്ചോനെ, എത്ര പറഞ്ഞാലും തീരൂല. നമ്മൾ ശരിക്കും പഠിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, ഈ 10 പ്രസ്താവനയാണ് 10 ദിവസം പഠിക്കേണ്ടത്. എന്നാലൊന്നും ആകൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് മാത്രം ഇതെല്ലാം ഇന്ന് ഓരോ ശാസ്ത്ര ശാഖകളാണ്. ഭൂമി ശാസ്ത്രം എന്ന് പറയും, പർവ്വതങ്ങള്, ജിയോളജി വന്നു, പിന്നെ വന്നു, ഇപ്പുറത്ത് വേറുള്ള കാര്യങ്ങൾ വന്നു, എന്തെല്ലാം പഠനങ്ങളാണ് വരുന്നത്. അപ്പൊ ഇനി ഒറ്റ വാക്കുകൂടി നോക്കിയേ. വജഅൽനാ നൗമക്കും സുബാത. നൗമുൻ ഉറക്കം, നൗമ ഉറക്കത്തെ, നൗമ നിങ്ങളുടെ ഉറക്കത്തെ, വജഅൽനാ നൗമക്കും നിങ്ങളുടെ ഉറക്കത്തെ നാം നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നു, സുബാത്തൻ ഒരു വിശ്രമം എന്ന നിലയിൽ. അപ്പൊ നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് നാം ഒരു വിശ്രമമാക്കി. നീട്ടി ഒന്നും പറയാതെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. മനുഷ്യനെ ഈ ലോകത്ത് കർമ്മയോഗ്യനാക്കുന്നതിനു വേണ്ടി അള്ളാഹു അവന്റെ പ്രകൃതിയിൽ യുക്തിപൂർവം നിക്ഷേപിച്ച ഗുണമാണ് നിദ്രാവാസന എന്ന് പറയുന്നത്. അത് ഏതാനും അധ്വാനത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾ അവനിങ്ങനെ ഉറക്കത്തിലായിരിക്കാൻ അവനെ നിർബന്ധിക്കും, അല്ലെ? ബോഡി അങ്ങനെ തന്നെ പറയും. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒന്നുകൊണ്ട് വിശ്രമിച്ചാൽ പിന്നെ നമ്മളൊരു ഫ്രഷ്, ഒരു പുതിയ ഒരു മനുഷ്യനായിട്ടായിരിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ ജനിച്ചു വരിക. പകലിൽ നല്ല അധ്വാനം ഉണ്ടോ, എന്നാൽ രാത്രിയിൽ നമുക്ക് നല്ല ഉറക്ക് കിട്ടും, അല്ലെ? ഇനി കുറെ കാര്യങ്ങൾ ഇനിയും പറയാണ്ട്, ഒക്കെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ഇന്റെ ഗ്യാസും കഴിഞ്ഞിക്കണ്. ഞാൻ രാവിലെ തുടങ്ങിയൊരു യാത്രയാണ്. ശാരീരികമായിട്ട് അത്ര ഒരു സുഖത്തേക്ക് ഇങ്ങ് തിരിച്ചു വന്നിട്ടില്ല. എന്നാലും നിങ്ങൾ സഹോദരങ്ങളെ പ്രത്യേകമായി എന്റെ കൂടെ നിങ്ങൾ ഒന്നുകൂടി വായിക്കണം. ഞാൻ ഈ 9 ആയത്തുകളിലാണ് ഇന്ന് നിർത്തുന്നത്. ആ പഠിക്കുന്ന വചനങ്ങളുടെ ഓരോ ഭാഗങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ഒന്ന് ഏതറിയോ? കല്ല, അല്ലെ? അന്നബ വാർത്ത, അത് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം കിട്ടിയിട്ടുണ്ട്. ഇനി കല്ല എന്നതിൻ്റെതാണ്
ആ വാക്കിന് തഫ്സീറിന്റെ ഉലമ കൊടുക്കണം എന്തറിയോ? ഈ വിരട്ടാനും പേടിപ്പിക്കാനുമാണ് ഈ പ്രയോഗം നടത്തുക എന്നാ. ഇവിടെ അതോട് ചേർന്ന വാചകവും ആവർത്തിക്കപ്പെടുന്നത് തന്നെ ആ ഉദ്ദേശ്യത്തിലാണ് എന്നാണ് വിശദീകരണം തന്നിട്ടുള്ളത്. ഇരിക്കട്ടെ. ഇനി എന്റെ എല്ലാ സഹോദരങ്ങളും ഇതിലിപ്പോ ഒരു 88 ആളുകളുണ്ട്. അപ്പോ എല്ലാവരും എന്റെ കൂടെ ഒന്ന് നന്നായിട്ട് വായിക്കും. ഖുർആനിലേക്ക് നോക്കരുത്. അമ്മയതസാഅലൂൻ. നിങ്ങൾ ഓതുന്നില്ലേ? അമ്മയതസാഊൻ അനിന്നബഇൽ അലീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ. സഹോദരങ്ങളെ, എഴുതാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതണം. ഞാന് ഖുർആൻ ഓതുമ്പോഴുള്ള നമ്മുടെ അദബ് എന്ന നിലയിൽ ഏതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്? അഊദു എന്തിനാണെന്ന് പറഞ്ഞു തന്നു, ബിസ്മി എന്തിനാണ് എന്നും പറഞ്ഞു അല്ലെ. ഒരു നെഗറ്റീവ് ഫോഴ്സ് നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് മാറ്റിയിട്ട് നമുക്കൊരു ഒരു നല്ല എനർജി, ഒരു പോസിറ്റീവ് എനർജി കിട്ടണം. അപ്പൊ നെഗറ്റീവ് ഫോഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഔദ് ചൊല്ലുന്നു, ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ ബിസ്മിയും ചൊല്ലുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കാണ്. അമ്മയതസാഅലൂൻ, എന്തിനെ കുറിച്ചാണ് അവർ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അനിന്നബഇൽ അലീം, ആ ഭയങ്കരമായ വാർത്തയെ കുറിച്ച് തന്നെ. അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ, അതിലാകട്ടെ അവർ ഭിന്നതയിലുമാണ്. കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ, അങ്ങനെയല്ല, സംഗതി അവരറിയാൻ പോവുകയാണ്. അതെ, അവരറിയാൻ തന്നെ പോവുകയാണ്. എന്നിട്ട് 10 പ്രസ്താവനകൾ പറഞ്ഞു. ഏതൊക്കെയാ? അലം നജ്അലിൽ അർള മിഹാദാ, ഈ ഭൂമിയെ നാം ഒരു പരവതാനിയാക്കിയില്ലേ. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളാൽ ആ മണ്ണിനെ, ഭൂമിയെ ആണിയടിച്ചുറപ്പിക്കുകയും ചെയ്തില്ലേ. വഖലഖനാകും അസ്വാജ, ഇണകളായി നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലേ. വജഅൽനാ നൗമക്കും സുബാത്ത, ഉറക്കം നിങ്ങൾക്ക് നാം ഒരു വിശ്രമമാക്കി തരികയും ചെയ്തില്ലേ. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ഖുർആനും എന്തൊക്കെ കയ്യിലുണ്ടോ ആ കയ്യിലുള്ള സാധനം ഒക്കെ അങ്ങ് അടച്ചു വെക്കുക. എല്ലാം അടച്ചു വെക്കുക. എല്ലാം അടച്ചു വെച്ചിട്ട് ഒന്ന് കണ്ണ് ചിമ്മിയിട്ട് എന്റെ കൂടെ ഇങ്ങനെ വായിക്കുകയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അലീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ. ഞാനേ ഒരാളുടെ പേര് വിളിച്ചാല് അവരൊന്ന് നിങ്ങളെ ഈ പറഞ്ഞ 9 ആയത്തുകൾ എനിക്കൊന്ന് ഓതി കേൾപ്പിച്ചു തരുമോ? സൈനുദ്ദീൻ സാഹിബേ, അവിടെ ഒരു സൈനുദ്ദീൻ സാഹിബ് ഉണ്ട്. പറഞ്ഞോ. ആ സാർ, ഒരു 9 ആയത്തൊന്നും ഇങ്ങോട്ട് ഓതൂലേ? വെറുതെ തമാശ ഇട്ടതാട്ടാന്. കേക്കാലോ അല്ലേ? കേക്കാലോ? കേൾക്കുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون
ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا ജസാക്കല്ലാ, അല്ലാഹ് ബാരിക് ഫീക്ക്. വളരെ സന്തോഷായി. അപ്പോ ഇൻഷാ അല്ലാ നിങ്ങൾ ഓരോരുത്തരും ഇത് ഓതണം. ഇനി കണ്ടിട്ട് ഓതുകയേ ചെയ്യരുത് ട്ടാ. ഇനി കണ്ടിട്ടുള്ള അമ്മയത്തെ സാധനം നബ എടുത്തിട്ട് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നബ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കാണാതെ കിട്ടണം. അതിന്റെ അർത്ഥവും അതിന്റെ കൂടെ ഉണ്ടാവണം. അർത്ഥം ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം ഞാൻ എഴുതി നിങ്ങൾക്ക് വിട്ടുതരാം. ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ എടുത്തിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഇനി ആ വിശ്വാസം തെറ്റിയിട്ടുണ്ടാവൂല. വിശ്വാസം അതല്ലേ എല്ലാം. ഓക്കെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അതല്ലെങ്കിൽ എന്റെ PM വന്ന് നിങ്ങൾക്കൊരു ചോദ്യമായിട്ട് ഇട്ടാൽ അതിന്റെ വോയിസ് ഞാൻ തിരിച്ചു വിട്ടുതരണ്ട്. ഒരു കാരണവശാലും സംശയം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഖുർആൻ അതിമനോഹരമായി നമുക്ക് പഠിക്കാൻ സാധിക്കണം. അള്ളാഹുവിന്റെ ബർക്കത്ത് നമ്മിൽ ലഭിക്കുന്നത് അതിലൂടെയാണ്. അള്ളാഹു നമ്മെ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വസ്സലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.